ശബരിമല സ്വർണ്ണമോഷണ കേസ് ചിലർക്ക് പാരഡിയായിരുന്നു. പാരഡി ഗാനം പാർലമെന്റിന്റെ മുറ്റത്ത് വരെ പോയി നിന്ന് പാടി ആസ്വദിച്ചു നടന്നു. പക്ഷേ നാടിനത് പാരഡിയേ ആയിരുന്നില്ല. അയ്യപ്പൻ്റെ മുതൽ കട്ടവന് കൂട്ടുനിന്നവനും ആ മുതൽ വാങ്ങിയെടുത്തവനുമൊക്കെ പിടിക്കപ്പെടണമെന്ന ഒറ്റ നിർബന്ധം സർക്കാർ നൽകിയത് ഒരു വലിയ ഉറപ്പായിരുന്നു. ശബരിമല സ്വർണ്ണമോഷണത്തിലെ പ്രതികൾ ആരായാലും അവർ അഴിയെണ്ണും. പ്രതികളുടെ നിരയിലേക്ക് വന്നിരിക്കുന്നത് ശബരിമല തന്ത്രി തന്നെയാണ്, ദൈവതുല്യൻ. കവർച്ചയുടെ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് വാഴിച്ചത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. പോറ്റിയുമായുള്ള തന്ത്രിയുടെ അടുപ്പം വെളിപ്പെടുത്തിയ മറ്റു പ്രതികളുടെ മൊഴികളും അതിന്മേൽ നടത്തിയ അന്വേഷണവുമാണ് തന്ത്രി കണ്ഠരര് രാജീവരർക്ക് കുരുക്കായത്. പോറ്റിയുടെ തെറ്റായ നടപടികൾക്ക് തന്ത്രി മൗനാനുവാദം നൽകി. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും സ്പോൺസറാക്കാൻ സഹായങ്ങൾ ചെയ്തതും തന്ത്രിയാണ്. ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ സ്വർണം പൂശാനെന്ന വ്യാജേന അവ ചെന്നൈക്ക് പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള അനുമതി, താന്ത്രിക അനുമതി തന്ത്രി എന്ന നിലയിൽ രാജീവരർ ദേവസ്വം ബോർഡിന് നൽകി. തന്ത്രിയുടെ അറസ്റ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു.